ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി കേട്ടോ. ഒരുപാട് പാടോ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ലാതെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളി ചമ്മന്തി കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. തേങ്ങയോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. നമ്മുടെ ചോറിനാണെന്നുണ്ടെങ്കിലും ദോശയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. എന്നാൽ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ നല്ല സൂപ്പറാണ് താനും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉള്ളി ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു എരിവും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പുളിയോടൊക്കെ കൂടി വരുന്ന ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തിക്ക് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുഴുവൻ കുഞ്ഞുള്ളി തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാളയും അതേപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. എടുത്തിരിക്കുന്ന സവാളയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ 2 സവാളയും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കനത്തിലൊന്നുമല്ല, ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു വലിപ്പം മതിയാവും. കൂടെ തന്നെ വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയും കൂടിയാണ്. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ചമ്മന്തിയിൽ ചേർക്കാൻ വേണ്ടാവുന്ന ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഇത്രയും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും കുഞ്ഞുള്ളി മാത്രം മതിയാവും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയും നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കൂടി ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ കുഞ്ഞുള്ളിയുടെയും അതേപോലെ തന്നെ സവാളയുടെയും പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സവാളയും കുഞ്ഞുള്ളിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങ് മൂത്ത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടൊന്നും പോകണ്ട. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ശരിക്കും നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ പതുക്കെ ഒന്ന് പച്ചമണം മാറിയുണ്ട്, കുറച്ചും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. കണ്ടത് ഇതേപോലെ അത്യാവശ്യം നന്നായിട്ട് ശരിക്കും ഒന്ന് വാടി ചുങ്ങി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി അങ്ങ് നേരിട്ട് ചേർത്ത് കൊടുക്കാതെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മുടെ സവാളയും കുഞ്ഞുള്ളിയും വഴറ്റാൻ നേരത്ത് ചേർക്കണ്ട കേട്ടോ. പതുക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വാടി വന്നതിന് ശേഷം മാത്രം നമ്മുടെ ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിലയും അങ്ങ് ചേർത്താൽ മതി. അങ്ങനെ ആ ചൂടി കിടന്നുകൊണ്ട് ഇഞ്ചിയാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് വാടി നമ്മുടെ സവാളയൊക്കെ ഒന്നും കൂടി ഒന്ന് ചുങ്ങി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത്ര ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ഒന്ന് മിക്സ് ചെയ്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ആ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പതുക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പുളിയാണ്. അപ്പോൾ പുളിയുടെ പുളിയൊന്ന് നോക്കിയിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളിതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തേണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആവശ്യത്തിന് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ മുളക് പൊടിയുടെ പച്ചമണം പതുക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മാത്രം മതി. നോക്കി നിന്നിട്ട് നമ്മുടെ പൊടിയൊന്നും ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ശരിക്കും എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊടികളുടെ ആണെങ്കിലും അതുപോലെ തന്നെ പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വലിയ തീ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ട് ഇത്രയും ചേരുവകൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ സവാള, അതേപോലെ തന്നെ കുഞ്ഞുള്ളി, ഇഞ്ചി, പുളി, നമ്മുടെ മുളക് പൊടി, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മാത്രം മതിയാവും നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വേറെ ഓയിലോ റിഫൈൻഡ് ഓയിലോ അങ്ങനെ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ആ വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശരിക്കും അങ്ങ് പേസ്റ്റ് ഒന്നും പോലെ അരച്ചെടുക്കരുത് കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങ് ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ശരിക്കും അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ ചെറുതായിട്ട് എല്ലാ തരിതരിപ്പോട് കൂടിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് ഒരു 2-3 തവണയായിട്ട് ഇങ്ങ് അരച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ പുളിയാണെന്നുണ്ടെങ്കിലും സവാളയും കുഞ്ഞുള്ളിയും എല്ലാം നല്ലതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഇങ്ങ് അരിഞ്ഞു വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങ് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ചമ്മന്തി തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ചേരുവകളും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുള്ളി മാത്രം ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ സവാള ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചമ്മന്തി നമുക്ക് റെഡിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചോറിനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന റെസിപ്പി തന്നെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് കറി റെസിപ്പീസ്, എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന കറി റെസിപ്പീസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമ്മുടെ പ്ലേ ലിസ്റ്റിലെ എല്ലാ കറി റെസിപ്പീസും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന കറികൾ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.